ഞാനിപ്പോ കണ്ടത് എന്താണ് ഗൈസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സിനിമയുടെ മൂന്നാം ഭാഗം പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ഇത്രയും വലിയൊരു ടീസർ, അതും ഇത്ര കലക്കൻ ടീസറാന്നുള്ളൊരു കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒന്നാം ഭാഗം ഗംഭീരമായിരുന്നു, രണ്ടാം ഭാഗം കിട്ടില്ല തന്നെയായിരുന്നു. പക്ഷെ മൂന്നാം ഭാഗത്തിലോട്ട് എത്തിക്കുന്ന സമയത്ത് പടത്തിന്റെ ഒരു പോക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് എ സീരിയസ് ആണ്, ഒരു എ പടമാണെന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും. എ പടം എന്ന് പറയുന്ന സമയത്ത് അറിയാലോ, മാർക്കോ പോലത്തെ ഒരു ഹൈ വോൾട്ടേജ് ഒരു ഇന്റൻസ് പടം നമ്മളുടെ ഇന്ത്യൻ സിനിമയിൽ അങ്ങനെ വീണ്ടും സംഭവിക്കാനായിട്ട് പോവാണ്. മാർക്കോ എന്നെ വെല്ലുന്ന തരത്തിലുള്ള വയലൻസ് സിനിമയ്ക്കകത്ത് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സിനിമയുടെ ട്രെയിലറിനകത്ത് തന്നെ ചെറിയൊരു ഇൻഡിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. മലയാള സിനിമയുടെ രാജാവ്, ദി വൺ ആൻഡ് ഓൺലി കിങ് എന്ന് പറയാൻ പറ്റുന്ന രീതിക്ക് ലാലേട്ടന്റെ ഒരു സിനിമ 10 പടം പൊട്ടിയാൽ എന്താ, 11ാമത്തെ പടം വരുന്ന സമയത്ത് മൂപ്പര 10 പടത്തിന്റെ കളക്ഷൻ തിരിച്ചു പിടിക്കുന്ന ഒരു കാര്യം കാണിക്കുന്ന തരത്തിൽ തന്നെയാണ് എമ്പുരാൻ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നേക്കുന്നത്. കാരണം ഈ പടം ഇവിടെ കൊണ്ടൊന്നും നിൽക്കാനായിട്ട് പോകുന്നില്ല എന്ന് കാണിക്കുന്ന തരത്തിൽ തന്നെയാണ് സിനിമയുടെ ഒരു ഗംഭീരമായിട്ട് ഒരു അപ്ഡേറ്റ് വന്നേക്കുന്നത്. എന്താണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡൊണാൾഡ് ആണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മലയാള സിനിമയുടെ അഭിമാനമായിട്ട് മാറി കാണുന്ന ഒരു കാര്യം വേണം പറയാനായിട്ട്. കാരണം മലയാള സിനിമയിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, ഒരുപാട് സിനിമകൾ വിജയിച്ചിട്ടുണ്ട്, അതിലേറെ സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിലെ രാജാക്കന്മാരുടെ പേര് പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടന്റെ മമ്മൂക്കയുടെ പേരൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന സമയത്തും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ലാലേട്ടന്റെ പടങ്ങളുടെ ഒരു അവസ്ഥ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ബറോസ് അടക്കം പല സിനിമകൾക്കും വന്നേക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് സിനിമ വലിയ രീതിയിലുള്ള പരാജയങ്ങൾ ഏറ്റുവാങ്ങിയേക്കുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു അല്ലെ. പക്ഷെ എമ്പുരാൻ സിനിമയ്ക്ക് ഒരു പോസിറ്റീവായുള്ള ഒരു അഭിപ്രായം തന്നെയായിരുന്നു. അറിയാലോ, ലാലേട്ടന്റെ പടത്തിന് ഒരു പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്ന ചരിത്രമായിരിക്കും ചരിത്രം എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നേക്കുന്നത്. സിനിമ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് അഭിപ്രായങ്ങളുണ്ടായിരുന്നു. പടത്തിന്റെ ബഡ്ജറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് പടത്തിന് കളക്ഷൻ കിട്ടുമോ എന്നുള്ള 100 കൂട്ടം അപ്ഡേറ്റുകൾക്കുള്ള വലിയൊരു മറുപടിയാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. പടം ഓൾറെഡി 250 കോടി എന്ന് പറയുന്ന ക്ലബിലോട്ട് കയറിയേക്കാണ്. 250 കോടി എന്ന് പറയുന്ന മലയാളത്തിന്റെ തന്നെ പുതിയൊരു ബെഞ്ച് മാർക്ക്. ഇദ്ദേഹം ഇനി നേടാത്ത ചരിത്രങ്ങളില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് നോർത്തിൽ മാത്രമാണ് എനിക്ക് തോന്നുന്നു മാർക്കോ സിനിമയ്ക്ക് കൂടുതൽ കളക്ഷൻ ഉള്ളത് എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. ബാക്കി എല്ലാ റെക്കോർഡ്സുകളും ഇൻക്ലൂഡിംഗ് മഞ്ഞുമൽ ബോയ്സിന്റെ അടക്കം റെക്കോർഡുകൾ ഇദ്ദേഹം പൊളിച്ചെഴുതിയേക്കാണ്. മലയാളത്തിന്റെ ഒരു മോഹൻലാൽ ആ ഒരു ബ്രാൻഡ് നെയിം വീണ്ടും തിരിച്ചു പിടിച്ചേക്കാണ്. 10 പടം പൊട്ടിയാൽ പോലും 11ാമത്തെ പടം ഹിറ്റ് ആണെന്നുണ്ടെങ്കിൽ, പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും അതിനെ കളക്ഷൻ കാണിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ലാലേട്ടന്റെ ഒരു റീ എൻട്രി വന്നേക്കുന്നത്. 263 കോടി രൂപയാണ് ഇതുവരെ സിനിമ നേടിയിരിക്കുന്ന കളക്ഷൻ ഉള്ള രീതിക്കാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ കാണിച്ചു തരുന്ന ഒരു കാര്യം പറയുന്നത്. 300 കോടി ക്ലബിലോട്ട് സിനിമ കയറുമോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. തലൈവർ രജനീകാന്തിന്റെ ജയിലർ 2 എന്ന് പറയുന്ന സിനിമ, തമിഴ് പടങ്ങളിലൊക്കെ നമ്മൾ ചില പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മറക്കില്ല എന്ന് പറയില്ലേ, ലൈഫിൽ നമ്മൾ മറക്കില്ല എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് ജയിലർ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത്. തിയേറ്റർ എക്സ്പീരിയൻസിന് ഞാൻ വീണ്ടും പറയുന്നില്ല, അതിന്റെ ഒരു വേറൊരു എക്സ്ട്രീം അതാണ് ജയിലർ എന്ന് പറയുന്ന സിനിമ. എന്നെ സംബന്ധിച്ചിടത്തോളം ഫോർ മീ പേഴ്സണലി മലയാളത്തിൽ തന്നെ 50 കോടിക്ക് മേലെ നേടിയേക്കുന്ന ഒരു തമിഴ് പടമായിട്ട് മാറിയായിരുന്നു. അപ്പൊ അറിയാലോ, ഒന്നും കാണാണ്ട് മലയാളികൾ ഒരു സിനിമ അങ്ങനെ വിജയിപ്പിക്കില്ല. തിയേറ്ററിന്റെ എക്സ്പീരിയൻസ് ഉള്ള സംഭവം തന്നെയാണ് ജയിലർ എന്ന് പറയുന്ന സിനിമ. ആ സിനിമയുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്ന സമയത്ത് ജയിലർ സിനിമയ്ക്കകത്ത് നമ്മൾ കണ്ടേക്കുന്ന വിനായകന്റെ ആ ഒരു വില്ലനിസം നമ്മൾ ശരിക്കും സാറ്റിസ്ഫൈ ചെയ്തേക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലോ. ശരിക്കും നായകനേക്കാൾ കൂടുതൽ നമ്മൾ വില്ലനെ അറിയാതെ ബഹുമാനിച്ച് സ്നേഹിച്ചു പോയൊരു അവസ്ഥ തന്നെയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. രണ്ടാം ഭാഗത്തിലേക്ക് എത്തുന്ന സമയത്ത് അതുപോലെ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വില്ലൻ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഒരു നല്ല രീതിക്കുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ഇപ്പോൾ നിൽക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ SJ സൂര്യ ഈ സിനിമയ്ക്കകത്ത് ജയിലർ 2 ഓൾറെഡി കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വാർത്തകളാണ് കേൾക്കാൻ സാധിക്കുന്നത്. കേരളത്തിൽ ഈ സിനിമയ്ക്ക് 35 ദിവസം ഷൂട്ടിംഗ് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അട്ടപ്പാടി ഭാഗത്തൊക്കെ ആയിട്ടാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നതെന്നുള്ള വാർത്തകളായിരുന്നു കേൾക്കാനായിട്ട് സാധിച്ചിരുന്നത്. ബിക്കോസ് ഓൾറെഡി കേരളം ബേസ് ചെയ്ത് നടക്കുന്ന ഒരു കഥയായതുകൊണ്ട് തന്നെ കേരളത്തിലും വലിയ രീതിക്കുള്ള ഒരു സീക്വൻസ് ഈ സിനിമയ്ക്കകത്ത് ഉണ്ടാവും എന്നുള്ള രീതിക്ക് തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. HIT ഹിറ്റ് എന്ന് പറയുന്ന സിനിമയുടെ ഫാൻസ് എത്ര പേരുണ്ടെന്നുള്ള കാര്യം ചോദിച്ചിട്ടാണ് ഞാൻ ഒരു വീഡിയോ തുടങ്ങുന്നത്. കാരണം ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് ആയിട്ടുള്ള സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഹിറ്റ് എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്. ഹിറ്റിന്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു കേട്ടിട്ടില്ലെങ്കിൽ കണ്ടോക്കാം. ഒരു കിടിലം പടം തന്നെയാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു ത്രില്ലർ എന്ന് പറയുന്ന സമയത്ത് ഇത്ര രസകരമായിട്ട് ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഒരു പടം ഞാൻ ഇതിനു മുന്നേ ആ സമയത്തൊന്നും കണ്ടിട്ടില്ല. അത്ര രസകരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പടമാണ് ഹിറ്റിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഒരു നായകനെ ഇമോഷൻസിലൂടെ കൊണ്ടുപോകുന്ന, എന്നാൽ അറ്റ് ദ സെയിം ടൈം ഇൻവെസ്റ്റിഗേഷൻ സീരീസ് കൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു സിനിമ തന്നെയാണ് ഹിറ്റ് എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത്. ഇതിന്റെ രണ്ടാം ഭാഗം ഇറങ്ങുന്ന സമയത്തും ഒരു കിടിലനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സ്റ്റോറിയുടെ ഒരു പവറും കാര്യങ്ങളൊക്കെ കിടിലൻ തന്നെയായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഹിറ്റ് 1 എന്ന് പറയുന്ന ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ശരിക്കും OTT കണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു വേറെ ലെവൽ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇപ്പൊ ആ സിനിമയുടെ മൂന്നാം ഭാഗം അങ്ങനെ വരാനായിട്ട് പോവാണ്. ഹിറ്റിന്റെ സെക്കൻഡ് പാർട്ടിന്റെ അവസാന ഭാഗത്ത് ഹിറ്റിന്റെ മൂന്നാം ഭാഗം ഉണ്ടാകുന്ന ഒരു കാര്യം കൃത്യമായിട്ടൊരു ഇൻഡിക്കേഷൻ ആ സമയത്ത് തന്നെ കാണിച്ചായിരുന്നു. നാനി ആയിരിക്കും ഈ സിനിമയ്ക്കകത്ത് വരിക എന്നുള്ളൊരു കാര്യം തന്നെ മുന്നേ തന്നെ നമുക്ക് അറിയാൻ സാധിച്ചിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. നാനിയുടെ ഒരു കലക്കൻ ടീസർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഹിറ്റ് എന്ന് പറയുന്ന സിനിമ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണെന്നുണ്ടെങ്കിൽ ഈ സിനിമ എന്ന് പറയുന്നത് വെറും ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മാത്രമല്ല,
ഒരു പക്ക ഒരു ആക്ഷൻ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് കാണിക്കുന്ന തരത്തിൽ തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഈ സിനിമയുടെ ഒരു അടിപൊളി ടീസർ പുറത്തേക്ക് വന്നേക്കുന്നത്. ട്രെയിലർ പുറത്തേക്ക് വന്നേക്കുന്നത്. ട്രെയിലറിലുള്ള ഓരോ ഫ്രെയിംസുകളും മറ്റൊക്കെ കാണുന്ന സമയത്ത് ഒരു കാര്യം ഉറപ്പാണ്, ഹീസ് നോട്ട് ജസ്റ്റ് എ കോപ്പ്, അല്ലെങ്കിൽ വെറും ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസർ അല്ല. ഹിറ്റ് 1-നകത്ത് 2-നകത്തൊക്കെ നമ്മൾ കണ്ടേക്കുന്നത് അങ്ങനെയുള്ള ഒരു പോലീസ് ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ മൂന്നാം ഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് ദിസ് മാൻ ഈസ് വെരി വെരി വയലന്റ് എന്ന് കാണിക്കുന്ന തരത്തിൽ തന്നെയാണ് ഓരോ ഫൈറ്റ് ആൻഡ് സീക്വൻസുകൾ നമുക്ക് എടുത്ത് കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ട്രെയിലറിന്റെ അവസാന ഭാഗത്തേക്കൊക്കെ എത്തുന്ന സമയത്ത് ട്രെയിലറിന്റെ ഒരു ഹൈപ്പ് എന്ന് പറയുന്നത്, അതിന്റെ ഒരു പവർ എന്ന് പറയുന്നത് ഒരു കിടിലൻ സാധനമായിട്ട് എനിക്ക് തോന്നി. കാരണം നാനിയുടെ ഈ വില്ലത്തരം കാണിച്ചിരിക്കുന്ന പടങ്ങളുടെ ഒരു പേര് പെട്ടെന്ന് പറയുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് വി എന്ന് പറയുന്ന ഒരു സിനിമയാണ്. വി ആ സിനിമയിൽ നാനിയുടെ ഒരു ഇൻട്രോ ആണെങ്കിലും അദ്ദേഹത്തിന് കൊടുത്തേക്കുന്ന ഒരു ക്യാരക്ടർ ആർക്ക്, ഒരു വില്ലനസത്തിന്റെ ഒരു ആർക്ക് കൊടുത്തേക്കുന്നത് ഭയങ്കര രസമാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സിനിമയാണ് വി എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത്. അതിനകത്തുള്ള ഒരു വയലൻസ് പോലെ ഒരു വയലൻസ് ഉള്ള ഒരു കഥാപാത്രമാണ് ഇയാൾ. എന്നാൽ അറ്റ് ദ സെയിം ടൈം ഈസ് എ കോപ്പ് എന്നുള്ള രീതിക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന രീതിക്കാണ് ഈ സിനിമയുടെ ഒരു പാറ്റേൺ പോയിരിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷന്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ ആന്റഗണിസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാരെല്ലാം പച്ചക്ക് തീർത്ത് കളയുന്ന ഒരു പോലീസ് ഓഫീസറുടെ ഒരു കഥ പറയുന്ന സിനിമയാണെന്നുള്ള രീതിക്കാണ് ഹിറ്റിന്റെ 3-ാം ഭാഗത്തിന്റെ ട്രെയിലർ അങ്ങനെ പുറത്തേക്ക് വന്നേക്കുന്നത്. ഒരു കിടില സാധനം, ഒന്നും പറയാനായിട്ടില്ല. ഞാൻ എന്താണ് എക്സ്പെക്ട് ചെയ്ത് അതിന് മേലെ നിൽക്കുന്ന ഒരു ട്രെയിലർ തന്നെയായിരുന്നു ബേസിക്കലി കിട്ടിയിരുന്നത്. മെയ് 1-ാം തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. തിയേറ്ററിൽ കാണാനായിട്ട് പ്ലാൻ ഇടുന്നവർ ആരൊക്കെ ഉണ്ടെന്നുള്ളൊരു കാര്യം താഴെ നിന്ന് കമന്റ് ചെയ്യുക. മെയ് 1-ാം തീയതി എന്നെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ 2 സിനിമകളുടെ ഒരു റിലീസ് ഉണ്ടെന്നുള്ളൊരു കാര്യം തന്നെ പറയാനായിട്ട് പറ്റും. കാരണം ഹിറ്റ് എന്ന് പറയുന്ന സിനിമ ഒരു തിയേറ്റർ റിലീസ് നമുക്ക് അടുത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കാണുന്ന ഒരു കാര്യം പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം 1-ാം തീയതി ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സൂര്യ പടമാണ്. സൂര്യ പടം എന്ന് പറയുന്ന സമയത്ത് ഒരു കാർത്തിക് സുബരാജ് പടം എന്നുള്ള ഒരു കാര്യം പറയുന്നതായിരിക്കും കുറച്ചും കൂടി നന്നായിരിക്കുക. നമുക്കറിയാം കങ്കുവയ്ക്ക് ശേഷം സൂര്യയുടെ ഒരു വലിയ കംബാക്ക് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. ബേസിക്കലി വിജയ് ഫാനാണോ സൂര്യ ഫാനാണോ ഇങ്ങനെ ഒരു ക്വസ്റ്റൻ ഇല്ല. ബേസിക്കലി നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം കാണണമെന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ ബേസിക്കലി ഒരു സിനി ഫാനാണ്. ഒരു കാർത്തിക് സുബരാജ് പടം എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും അതായത് ആക്ടേഴ്സിന് ഒരു കൃത്യമായ ഒരു ട്രിബ്യൂട്ട് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും അത് ചെയ്തു വെക്കാറുള്ളത് അല്ലേ. ഒരു സിനിമാറ്റിക് മേക്കിങ്ങിന്റെ ഒരു ശൈലിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തിയേറ്റർ സംഭവമാണ് ശരിക്കും കാർത്തിക് സുബരാജ് പടങ്ങൾ എന്ന് പറയുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് സിനിമയുടെ വന്നേക്കുന്ന പാട്ടുകൾ ആദ്യം കേട്ടേക്കുന്ന സമയത്ത് ഈ നമ്മുടെ സന്തോഷ് നാരായണന്റെ മ്യൂസിക് ആണ്. എനിക്ക് ആദ്യം വലിയ കാര്യമായിട്ട് കത്തിയില്ലെങ്കിലും ഇപ്പോൾ ചില പാട്ടുകൾ ഇങ്ങനെ വീണ്ടും കേൾക്കുമ്പോൾ ഒരു വേറെ വൈബായിട്ട് വരുന്നുണ്ട്. സന്തോഷ് നാരായണന്റെ പാട്ടുകളുടെ പ്രത്യേകത അങ്ങനെയാണ്. സിനിമയുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് പോസ്റ്റേഴ്സുകൾ വന്നായിരുന്നു. ഈ നിൽക്കുന്ന പോസ്റ്റർ കണ്ടാൽ തന്നെ നമുക്കറിയാം ആളുടെ ഏകദേശം ഒരു രൂപരേഖ ഒരു പക്ക ആക്ഷൻ കാണിക്കുന്ന, അതായത് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു മാർഷൽ ആർട്ട് പഠിച്ചേക്കുന്ന ഒരാളുടെ ഒരു സീനാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഈ സിനിമയിൽ നമ്മൾ കാണുന്ന ഒരു ലോക്കലിറ്റി അല്ല, നേരെ മറിച്ച് ഒരു കിടിലൻ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഫൈറ്റിംഗ് ടെക്നിക്സുകളായിരിക്കും ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു കാര്യം. അതായത് തിയേറ്ററിൽ കാണാൻ തന്നെയുള്ള ഒരു സംഭവം ഉണ്ടെന്നുള്ള രീതിക്ക് തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ പോസ്റ്ററുകൾ പുറത്തേക്ക് വന്നേക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ സിനിമയുടെ പ്രൊമോഷൻസ് അങ്ങനെ സ്റ്റാർട്ട് ആവാനായിട്ട് പോവാണ്. കേരളത്തിലൊക്കെ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള പ്രൊമോഷൻസ് ആണ് ഇവർ പ്ലാൻ ചെയ്തേക്കുന്നത്. അടുത്ത മാസം മെയ് 1-ാം തീയതിയാണ് സിനിമയുടെ റിലീസ് സംഭവിക്കാനായിട്ട് പോകുന്നത്. സോ ഒരു കാർത്തിക് സുബരാജ് പടം, അതൊരു സൂര്യ പടം എന്ന് പറയുന്ന സമയത്ത് സൂര്യയുടെ ഒരു വലിയ കംബാക്ക് ആയിരിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പൊ സൂര്യയുടെ ഡബിങ് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുള്ള വാർത്തകളാണ് കേൾക്കാൻ സാധിക്കുന്നത്. സോ അധികം വൈകാതെ തന്നെ സിനിമയുടെ ഒരു കിഡിലോസ്കി ട്രെയിലർ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള രീതിക്ക് തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ അപ്ഡേറ്റുകൾ നമുക്ക് കാണിച്ചു തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര പേര് അറ്റ്ലിയുടെ പടങ്ങളുടെ ഫാൻ ആണെന്നുള്ളൊരു കാര്യം എനിക്ക് അറിയില്ല. ഞാൻ പേഴ്സണലി വലിയൊരു ഫാൻ അല്ലാന്നുണ്ടെങ്കിലും ഈ സിനിമയുടെ ഒരു എക്സൈറ്റ്മെന്റ്, സിനിമയുടെ ഒരു റേഞ്ച് കാണുന്ന സമയത്ത്, ഒരു ക്യാൻവാസ് കാണുന്ന സമയത്ത് ഒരു വലിയൊരു സംഭവമായിട്ട് തോന്നി. തലപതി വിജയനെ വെച്ച് കാസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ഒരു വലിയ സിനിമ, ആ സിനിമ വിജയുടെ ഇപ്പോൾ അറിയാലോ അതിന്റെ പൊളിറ്റിക്കൽ എൻട്രിക്കൊക്കെ ശേഷം ആ സിനിമ ഇപ്പോൾ അല്ലു അർജുനെ വെച്ച് ചെയ്യാനായിട്ട് അറ്റ്ലി പ്ലാൻ ചെയ്തേക്കാണ്. ആൻഡ് ഓൾറെഡി കൺഫേം ആയ സിനിമ പ്രൊജക്ട് ഓണായി. 600 കോടി രൂപയുടെ പ്രൊജക്ട് ആണെന്നുള്ള രീതിക്കാണ് സിനിമയുടെ അപ്ഡേറ്റ് വന്നേക്കുന്നത്. സൺ പിക്ചേഴ്സ് ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള രീതിക്കുള്ള അപ്ഡേറ്റുകൾ മുന്നേ തന്നെ വന്നായിരുന്നു. സിനിമയുടെ ഒരു സ്റ്റോറി ലൈൻ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനകത്തുള്ള നായകൻ ഒരു ഡൈമെൻഷൻ ട്രാവലർ ആണെന്നുള്ള രീതിക്കുള്ള ഒരു അപ്ഡേറ്റ് ആണ് വന്നേക്കുന്നത്. വിച്ച് മീൻസ് ഇദ്ദേഹം ഒരു മിഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്പേസിലോട്ട് പോകുന്നു. അവിടെ വെച്ച് നടക്കുന്ന ഒരു കഥയാണ്. ഇൻ ഓർഡർ ടു കീപ്പ് പീസ് ഇൻ ദ വേൾഡ്, ലോകത്തിൽ നമ്മളിപ്പോൾ ഇന്റർസ്റ്റെല്ലാർ സിനിമയിലൊക്കെ ഉണ്ടാക്കുന്ന സംഭവം തന്നെ, ലോകത്തിനെ രക്ഷിക്കാനായിട്ട്, ലോകത്തിൽ സമാധാനം മറ്റൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു നായകൻ ഒരു മിഷനുമായിട്ട് സ്പേസിലോട്ട് പോകുന്നു. അതിനെ ബേസ് ചെയ്ത് നടക്കുന്ന ഒരു സിനിമ എന്നുള്ള രീതിക്കാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് വന്നേക്കുന്നത്. ഇതിന്റെ VFX ചെയ്തേക്കുന്ന ടീമാണ് എന്നെ ശരിക്കും ഞെട്ടിച്ചളഞ്ഞത്. കാരണം അല്ലു അർജുന്റെ പടമായതുകൊണ്ടോ അറ്റ്ലിയുടെ പടമായതുകൊണ്ടോ അല്ല എനിക്ക് ശരിക്കും ഞെട്ടലുണ്ടായത്. കാരണം ഇൻഫിനിറ്റി വാറിന്റെ ഒക്കെ ഒരു ആർട്ടിസ്റ്റിക് ഡയറക്ടർ ഇതിനകത്ത് വന്നിട്ട് ഒരു കിടിലൻ അപ്ഡേറ്റ് ആണെന്നുള്ള രീതിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കിടിലൻ പടം എന്നുള്ള രീതിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രോമിസിംഗ് ആയിട്ടുള്ള വാക്ക് തന്നെയാണ്. എനിവേസ് കണ്ടറിയാം അറ്റ്ലിയുടെ പടമാണ്. എത്രയൊക്കെ പടങ്ങളുടെ മിക്സിംഗ് വരോ എന്താണെന്നൊന്നും അറിയില്ല. മിക്സിംഗ് വന്നാലും ഇല്ലെങ്കിൽ പടം നന്നായി മതി എന്നുള്ള ഒരു കാര്യം മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല പടമെന്ന് വിചാരിക്കാം. സോ ഇനി വരാനിരിക്കുന്ന സിനിമകളിൽ റെട്രോ എന്ന് പറയുന്ന സിനിമയാണെന്നുണ്ടെങ്കിലും, അതുപോലെ ഹിറ്റ് എന്ന് പറയുന്ന സിനിമയുടെ തേർഡ് പാർട്ട് ആണെന്നുണ്ടെങ്കിലും, ഏത് സിനിമയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്ന സിനിമ, തിയേറ്റർ വാച്ചിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്ന സിനിമ ഏതാണെന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ റിലീസ് ആയിരിക്കുന്ന സിനിമകൾ ബസൂക്ക, ഗുഡ് ബാഡ് അഗ്ലി, മരണമാസ് ആൻഡ് ദ മെയിൻ, ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന 4 സിനിമകൾ. നിങ്ങൾ ഏത് സിനിമയാണ് കണ്ടത്, ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തന്ന സിനിമ എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക്
ചെയ്യുക, വീഡിയോ മാക്സിമം പേരിലൂടെ ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ച് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയിലെ അപ്ഡേറ്റുകളെല്ലാം നമുക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീറ്റ് ഓൾ സ്പേസ് സൈനിങ് ഔട്ട്. ബൈ.